സഭയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ എപ്പോഴൊക്കെ സഭാമക്കളുടെ അല്ലെങ്കിൽ സഭയില് വിശ്വാസത്തിൽ നഷ്ടം വരുന്നോ, വിശ്വാസം നഷ്ടപ്പെടുന്നോ, എപ്പോഴൊക്കെ വിശ്വാസം നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, എപ്പോഴൊക്കെ വിശ്വാസത്തിൽ വ്യതിചലനം, വിശ്വാസത്തിൽ തകർച്ചകള് സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ആ നാട്ടിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം. പ്രിയപ്പെട്ടവരെ, ഓരോ സ്ഥലവും എടുത്തു നോക്കിക്കോ. അത് ലൂർദാകാം, അത് ഫാത്തിമയാകാം, മെച്ചുകൊറിയാകാം, മെക്സിക്കോയാകാം. എപ്പോഴൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തില് തകർച്ച സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ലോകത്തിലെ ദൈവജനത്തോട് പറഞ്ഞ 3 കാര്യമുണ്ട്. 1, പശ്ചാത്തപിക്ക്. 2, പരിഹാരം ചെയ്യ്. 3, പ്രാർത്ഥിക്ക്. പശ്ചാത്തപിക്ക്, പരിഹാരം ചെയ്യ്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിന്റെ ഹൃദയം ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ വിരൽത്തുമ്പിലേക്കൊന്ന് മുറക്കപ്പിടിച്ച് ആ ജപമാല എടുത്തിട്ടൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ദേശത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകിയേക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ നൽകിയ വെളിപ്പെടുത്തൽ സന്ദേശം ആരൊക്കെ സ്നേഹത്തോടെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് അപ്രകാരം ചെയ്യാൻ തുടങ്ങിക്കോ, ആ നാട്ടില്, ആ ദേശത്ത്, ആ രാജ്യത്ത് പ്രശ്നങ്ങൾക്കൊരു ഉത്തരമുണ്ടാകുക. അവിടുത്തെ വിശ്വാസത്തിന്റെ തകർച്ചയിൽ നിന്നും ആ ദൈവജനം രക്ഷപ്പെടുക. അവിടുത്തെ വിശ്വാസം ശക്തി പ്രാപിക്കുക. പണ്ടുണ്ടായിരുന്ന വിശ്വാസത്തെക്കാളും ശക്തമായിട്ട് ഇരട്ടി വിശ്വാസത്തിലേക്ക് ദൈവജനം കടന്നു വരിക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമെന്നൊന്നുമല്ല, മറിച്ച് അമ്മ നൽകിയിരിക്കുന്ന ആ സന്ദേശത്തെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ നൽകിയിരിക്കുന്ന സന്ദേശത്തെ പ്രത്യേകിച്ച് പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്തുകൊണ്ട് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് നമ്മുടെ ഹൃദയം അമ്മയുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളൂന്നേ. ആരൊക്കെ ഈ കാണുന്ന സന്ദേശം ഒന്ന് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, അവരുടെ ജീവിതത്തിൽ വേദനയ്ക്കൊരു ഉത്തരമുണ്ട്, വിഷമത്തിനൊരു ഉത്തരമുണ്ട്, തകർച്ചയ്ക്കൊരു ഉത്തരമുണ്ട്, രോഗത്തിനൊരു ഉത്തരമുണ്ട്. അവരുടെ ജീവിതത്തിൽ വിശ്വാസം നശിക്കപ്പെടില്ല, നഷ്ടപ്പെടില്ല. അവരുടെ ജീവിതത്തിൽ വിശ്വാസം തഴച്ചു വളരുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്.